ആ വേദയുണ്ടല്ലോ അവൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പാടില്ല, നീ ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് ഇങ്ങനെ നന്ദിനി നമ്മുടെ രാധയുടെ അടുത്ത് പറയുമ്പോൾ രാധയുടെ അമ്മ നന്ദിനിന്ന് വിളിച്ചിട്ട് വരികയാണ്. നീ അവളെന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട, അവളുടെ അടുത്ത് ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വെള്ളം നമ്മുടെ നന്ദിനിക്ക് കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി അല്ല മാലതി ചേച്ചി, നമ്മൾ കാണാതെ പോകുന്ന അവളുടെ മനസ്സിനെയാന്ന് പറയുമ്പോഴത്തേക്കിനും അമ്മ പറയുന്നുണ്ട്, ഞാൻ എല്ലാം കാണുന്നുണ്ട് നന്ദിനി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവൾ ആകെപ്പാടെ സങ്കടപ്പെട്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ അവിടെ മനസ്സ് നിറച്ച് തീയാണ്, അങ്ങനെ വെള്ളം ഒഴിച്ച് കെടുത്തുന്നതിന് പകരം എണ്ണ ഒഴിച്ച് ആളിക്കല്ലേ നന്ദിനി എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുകയാണ്. അമ്മേ, നന്ദിനി ഏടത്തി വീണ്ടും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ പറയുകയാണെ, മൂഷ്യശ്രീ വീണ്ടും മൂഷ്യശ്രീ ആയല്ലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. എന്നിട്ട് വീണ്ടും പിന്നെ നന്ദിനി പറയുകയാണെ, വിക്രമിനെ സ്നേഹിക്കാൻ രാധയെ കൊണ്ടേ പറ്റുള്ളൂ, വേദയെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. മോളെ രാധേ, നീ ബുദ്ധിയുള്ളവളാണ്, ഇവരുടെ കുടുംബത്തിലെ നാത്തൂൻ പകയുടെ പേര് തലവെച്ച് കൊടുക്കാനുള്ള ആളല്ല നീ, അത് നീ മനസ്സിലാക്കണം. ആ കുടുംബത്തിൽ നിന്ന് കുറേ ചോറ് ഉണ്ടിട്ടുള്ളവനാണ് ഈ രാധ. ആ കുടുംബത്തിൽ നിന്ന് ഒരു ചെക്കൻ കൊച്ച് കല്യാണം കഴിപ്പിച്ചു കൊണ്ട് വന്നിട്ടുള്ളതുമാണ്. അതുകൊണ്ട് നിനക്ക് ആ മാന്യത ഞാൻ തരികയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുകയാണ്. രാധേ, നീ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, പക്ഷേ എൻ്റെ വാക്കിൻ്റെ വില കളയാനായിട്ട് ഇനി ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ നന്ദിനിയാണെങ്കിൽ രാധയെന്ന് ഇങ്ങനെ വിളിക്കുക. അന്നത്തേക്കും രാധ ഇങ്ങനെ പറയുവേ, ഞാൻ നന്നായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്നിങ്ങനെ പറയുവേ. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും കേട്ടോ, നീ ഇപ്പോൾ വെളിയിലോട്ടൊന്നും പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പോകുന്നില്ലെന്ന് പറയേ. എന്നാൽ ഇനിയിപ്പോൾ ഞാൻ വീട് വരെ നടക്കണം, വെറുതെ അവളെ പറഞ്ഞു വിടണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് നടന്നിട്ട് പോവുകയാണേ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രീകാര്യൻ ശ്രീനിവാസൻ്റെ അടുത്തേക്ക് 2-3 സഹാക്കളൊക്കെ വരികയാണ്. എന്നിട്ട് ഉള്ളിൽ കയറിയെന്ന് ജ്യൂസൊക്കെ കുടിക്കുമ്പോഴത്തേക്കിനും പറയുകയാണ് കേട്ടോ, ഇനിയിപ്പോൾ ശ്രീകാര്യൻ ശ്രീനിവാസൻ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുമ്പം നമ്മുടെ ശ്രീകാര്യൻ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അതൊന്നും എൻ്റെ മിടുക്കല്ലടോ, എൻ്റെ ചെക്കൻ്റെ മിടുക്ക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂടെ വന്നവരൊക്കെ ഇങ്ങനെ ഒരു ശ്രുതി കേട്ടു, അവൻ പോയെന്ന് പറയുന്ന കേട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അങ്ങനെ പോയിട്ടൊന്നുമില്ല, എൻ്റെ ഒരു വിളിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. പിന്നീട് നമ്മുടെ ശ്രീകാര്യൻ ശ്രീനിവാസൻ്റെ ഒരു സഖാവ് ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരനെ വിളിക്കുകയാണ്. എന്നിട്ട് ജോസഫേട്ടനെയാണ് വിളിക്കുന്നത്, വിക്രം ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. ഇപ്പോൾ ഇല്ല, വെളിയിൽ പോയിരിക്കാന്ന് പറയും കേട്ടോ. അന്നത്തേക്കിനും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഥകളൊക്കെ പറയുവാണ്. ആണോ ശരി എന്നാൽ ഞാൻ വിക്രം വരുമ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടാണ് ജോസഫ് ഏട്ടൻ ഫോൺ വെക്കുന്നത്. നിങ്ങൾ കാര്യം പറ ഏട്ടാന്നൊക്കെ ഇങ്ങനെ പറയുവേ. നിൽക്കടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രമിനെ ഫോൺ വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രമിൻ്റെ ഫോൺ കിട്ടുന്നില്ലേ. അന്നത്തേക്കിനും നിങ്ങൾ കാര്യം പറയാനായിട്ട് മറ്റുള്ള കൂട്ടുകാരൊക്കെ പറയുമ്പോഴത്തേക്കിനും പറയും, ശ്രീകാര്യൻ ശ്രീനിവാസൻ്റെ ഇനി ഗുണ്ടാപ്പണിയുടെ ആളല്ല ഇനി നമ്മുടെ വിക്രം, ഇനി പിന്തുടർച്ച അവകാശിയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുവാണേ. സഖാവ് വിക്രം ശ്രീനിവാസൻ എന്നിങ്ങനെ പറയുവേ. അതായത് യൂത്ത് സെക്രട്ടറിമാരിൽ ഒരാൾ അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അതേന്ന് പറയുകയാണ് എല്ലാവരും. ജില്ലാ സെക്രട്ടറി ശുപാർശ ചെയ്ത് കഴിഞ്ഞു, ഇനി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞെന്നാൽ വിക്രം പുതിയൊരാളാണ്. ഇനി ഈ പൊറിഞ്ച് പണി നിർത്തി എന്നിട്ട് ഒരു കതറും ഇട്ടിട്ട് വിക്രമിൻ്റെ കൂടെ പണി തുടങ്ങിയാലോ എന്നിങ്ങനെ ആലോചിക്കുവാന്ന് ഇങ്ങനെ ജോസഫേട്ടൻ പറയുമ്പോൾ നമ്മുടെ പൊറിഞ്ചു പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിക്രം ഇങ്ങനെ ഒരു വയൽ വരമ്പകത്ത് നമ്മുടെ കാറൊക്കെ ഒതുക്കി നിർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇങ്ങനെ വേദനയും കുട്ടീനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതൊക്കെല്ലാം ദൂരെ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ശ്രീജേട്ടിയുടെ മോളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ വേദ. എന്നിട്ട് ഒരു ഐസ്ക്രീം പാർലറിൻ്റെ അവിടെ നിന്നിട്ട് കുട്ടിക്ക് ഐസ്ക്രീം മേടിച്ച് കൊടുക്കുന്നതും നോക്കിക്കൊണ്ടാണ് നമ്മുടെ വിക്രം അവിടെ നിന്നത്. എന്നിട്ട് 2 മേടിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടി ചോദിക്കും ചെറിയച്ഛന് വേണ്ടെന്ന് ചോദിക്കുമ്പം ചെറിയച്ഛന് ഷുഗറിൻ്റെ അസുഖമുണ്ട്, അതുകൊണ്ട് നമുക്ക് കൊടുക്കണ്ട ഇങ്ങനെ വേദ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വരികയാണ്. എന്നിട്ട് കുട്ടി നമ്മുടെ വിക്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറയാം, ചെറിയച്ഛന് ഷുഗറിൻ്റെ രോഗം ഉണ്ടല്ലോ എന്ന് ചോദിക്കുക. എനിക്കോ, ആരാ പറഞ്ഞെന്ന് ചോദിക്കുക. അപ്പോൾ ചെറിയമ്മയെന്ന് പറയും കേട്ടോ. അന്നത്തേക്കിന് നീ ഇവള് പറയുന്നൊന്നും വിശ്വസിക്കേണ്ടെന്ന് പറയുവേ കൊച്ചിൻ്റെ അടുത്ത്. ചെറിയച്ഛൻ ഞാൻ അവിടെ പോയി കളിക്കട്ടെന്ന് ചോദിക്കുക. കളിച്ചോളാൻ പറയും. അന്നേരം വേദ പറയുന്നുണ്ട് ദൂരേക്കൊന്നും പോകല്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചെന്ന് കളിച്ചോളാൻ പറഞ്ഞിട്ട് കുട്ടി പോവുകയാണേ. ഇതായിരുന്നു ഇത്ര വലിയ ആനക്കാര്യം. ഇതാണെങ്കിൽ അച്ഛമ്മയോട് പറഞ്ഞിട്ടങ്ങ് ഇറങ്ങിയാൽ പോരായിരുന്നു ഇങ്ങനെ വിക്രം ചോദിക്കുകയെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇട്ടിട്ട് ഇത്തിരി വട്ട് കളിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കുന്നുണ്ട്. നീ ഈ ചെയ്യുന്നത് എന്താണെന്ന് നിനക്കറിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വേദ പറയേ, ഒരു കുഞ്ഞിനെ അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഒരു വെക്കേഷൻ ചിലവഴിക്കാൻ കൂട്ടിക്കൊണ്ട് വരുന്നതിൽ എന്താ തെറ്റ് എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പോൾ നമ്മുടെ വിക്രം പറയുകയാണ്, തെറ്റൊന്നുമില്ല, പക്ഷേ ആ അപ്പുമോളെ അവിടെ കൊണ്ടുപോയി നിർത്തിയതേ ഞങ്ങളാരും പറഞ്ഞിട്ടല്ല, അത് ശ്രീജേടത്തിയുടെ തീരുമാനമാണെന്നിങ്ങനെ വിക്രം പറയുവേ. ശ്രീജേടത്തി അപ്പുമോളെ അവിടെ കൊണ്ടുപോയി വിട്ടതിനൊരു കാരണമുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറയുവേ, നിങ്ങളുടെ ഏട്ടൻ പണിക്ക് പോകാത്തതുകൊണ്ടല്ലേ നിർത്തിയെന്ന് പറയുമ്പോൾ വേദ വീണ്ടും ചോദിക്കുന്നുണ്ടേ, അങ്ങനെ അവിടെ കൊണ്ട് നിർത്തിയതിന് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമോ കേട്ടോ.
ഒരു ജോലി ഉണ്ടാക്കി കൊടുത്തു, അതും വേണ്ടെന്ന് വെച്ചു. നിങ്ങളുടെ ഏട്ടൻ നന്നാകുന്നതിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിൻ്റെ ബാല്യം നശിപ്പിക്കുന്നത് ശരിയാണോ വിക്രം എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കുവാണ്. ശ്രീചേട്ടത്തി ഗതികേട് കൊണ്ട് എടുത്ത തീരുമാനമായിരിക്കും ഇനി മകളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള മടി. പക്ഷേ അങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു അത്ഭുതം തോന്നാത്തതിലാണ് എനിക്ക് സംശയം വരുന്നത്. എല്ലാ ന്യായങ്ങളും നോക്കുന്ന നിങ്ങളുടെ അച്ഛന് പോലും കൂടെ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ടായില്ല എന്നൊക്കെ ഇങ്ങനെ വേദ പറയുകയാണ്. അച്ഛനെ ഒന്നും പറയണ്ട. അച്ഛൻ വിശ്വേട്ടൻ നന്നാകുന്നതിന് വേണ്ടിയിട്ട് ശ്രീചേട്ടത്തി അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നന്നാവുകയാണെങ്കിൽ നന്നാകട്ടെ എന്നൊരു തീരുമാനം മാത്രമേ അച്ഛൻ എടുത്തുള്ളൂ എന്നിങ്ങനെ പറയുവേ. ആയിക്കോട്ടെ, പക്ഷേ വെക്കേഷൻ കാലത്തെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ എന്ന് നമ്മുടെ വേദ പറയുകയാണ്. ഈ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ആ വീട്ടിൽ നീ ആരാണെന്നല്ലേ? അങ്ങനെ അവരെ കൊണ്ട് ചോദിപ്പിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ തന്നെ പറയണം ഞാൻ എടുത്ത തീരുമാനം, അതായത് വിക്രം എടുത്ത തീരുമാനമാണെന്ന് അവരുടെ അടുത്ത് പറയണം എന്നിങ്ങനെ വിക്രത്തിനോട് വേദ പറയുകയാണ്. വിഷുവിന് തിരികെ പോകുമ്പോഴത്തേക്കിനും അപ്പുമോൾ ശ്രീചേട്ടത്തോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ്. നമ്മുടെ നെക്സ്റ്റ് വെക്കേഷനെങ്കിലും എന്നെ കൂട്ടിക്കൊണ്ട് വരുമോ എന്ന്. ഇനിയിപ്പം വീടിനടുത്തുള്ള സ്കൂളിൽ ചേർത്ത് അവളെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും വേണ്ട, പക്ഷേ വെക്കേഷനെങ്കിലും അവൾ കൂടെ നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ വേദ പറയുവാണ്. ആ സന്തോഷത്തിന് പകരം നൽകാൻ നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടാവില്ല എന്നും വേദ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ആളുകളുടെ മനസ്സിൽ കയറി കൂടാൻ വേണ്ടിയിട്ട് ഇവള് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ മനസ്സിൽ ഇവൾക്കുള്ളിൽ ഇങ്ങനെ സ്നേഹഭാവം ഉള്ളത് കൊണ്ടാണോ ഇവളിങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് നമ്മുടെ വിക്രം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇങ്ങനെ നോക്കുന്നത് പറയുമ്പോൾ ഒന്നുമില്ലെന്ന് പറയുക. എന്നാൽ പോവാന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ പോവുകയാണേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ്. നമ്മുടെ ടി വി ഇങ്ങനെ ഓൺ ചെയ്യുവാണ് നമ്മുടെ ശ്രീകാന്ത്. അപ്പോഴത്തേക്കും ഇതിനകത്തൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വെക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുവാണ്. നമ്മുടെ യൂത്ത് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് നമ്മുടെ വിക്രമിനെ തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇതെല്ലാം കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ ശ്രീകാന്ത് ഫോണെടുത്ത് വിളിക്കാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പോഴത്തേക്കിനും ഈ ഒരു വീഡിയോ നമ്മുടെ സാബു സാറും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പോലീസ് ഉദ്യോഗസ്ഥൻ. നമ്മുടെ സാബു സാറിനെയാണ് വിളിക്കുന്നതും കേട്ടോ. എന്നിട്ട് സാബു സാറിനോട് പറയുകയാണ് വീഡിയോ കണ്ടായിരുന്നെന്ന് ചോദിക്കുക. ജനറൽ സെക്രട്ടറി ആയിട്ട് അവരോധിക്കുന്ന വീഡിയോ അല്ല, ഞാനിതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാലേ പിന്നെ അവന് തൊടാൻ പോലും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് സാബു സാറുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ശ്രീചേട്ടത്തിയാണെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നിന്നിട്ട് ചപ്പാത്തി ചുടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അമ്മ കമലമ്മ അങ്ങോട്ടേക്ക് വരുവേ. നന്ദിനി വേദ വന്നോന്ന് ചോദിക്കും കേട്ടോ. വേദ വന്നിട്ടില്ലല്ലോ. അല്ല എന്താ അമ്മയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുറേ നേരമായി വേദ പോയിട്ട്, എന്താണാവോ ഇത്ര ലേറ്റ് ആകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് വേഗം വരുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. വിക്രത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അവളെ വഴിയിൽ എവിടെയെങ്കിലും ആക്കിയിട്ട് എവിടെയെങ്കിലും പോകാനും മടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ അതങ്ങനെ ഒന്നും ഓർത്തൊന്നും പേടിക്കൊന്നും വേണ്ട, വിക്രം അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇനി ബൈ ചാൻസ് അങ്ങനെയൊക്കെ ചെയ്തെന്നാലും വേദയ്ക്ക് പേടിക്കാനൊന്നുമില്ല. വിക്രം എത്തുന്നതിന് മുന്നേ വേദ ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ നന്ദിനി അടുത്ത് പറയുകയാണ്. അത് ശരിയാ, സ്വന്തം കാലിൽ നിൽക്കാൻ ധൈര്യമുള്ള പെൺകുട്ടി അവള്. ഈ വീട്ടിൽ വന്ന് കയറിയ എല്ലാവരും കഴിഞ്ഞും ധൈര്യം ഉള്ള പെൺകുട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് വരും. അതെന്താ അമ്മ ഞങ്ങൾക്ക് രണ്ടാക്കാൻ ധൈര്യം ഇല്ലെന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നത്തേക്കിനും ശ്രീചേട്ടത്തി പറയുവേ അമ്മ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചെന്ന് പറയും കേട്ടോ. നമ്മുടെ കമലമ്മ പറയും ഞാനും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുവേ. എന്നിട്ട് പിന്നെ നമ്മുടെ നന്ദിനി ഇങ്ങനെ തട്ടിക്കയറിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കമലമ്മ പറയും ശരിയാ മോളെ നീ പറഞ്ഞത്, എനിക്ക് അവളോട് സ്നേഹമുണ്ട്, ഒരു പ്രത്യേക വാത്സല്യം തന്നെ ഉണ്ട് എന്നിങ്ങനെ കമലമ്മ പറയും. അതിന് കാരണം കൂടെ നീ ചോദിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് കാരണക്കാരിയാവുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കമലമ്മ പറയുന്നുണ്ട്, നീ അവളെ ഇവിടുന്ന് തുരത്താൻ വേണ്ടിയിട്ടുള്ള മാക്സിമം വഴികൾ ആലോചിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവളെ ഒന്നുകൂടെ കൂടുതൽ ചേർത്ത് നിർത്തുന്നു എന്നേ ഉള്ളതെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നന്ദിനി ഇങ്ങനെ വാ പൂട്ടുവേ. അപ്പം നമ്മുടെ ശ്രീചേട്ടത്തിയും പറയേ വേദ ഒരു പാവമായ ഏട്ടത്തി, വേദ വിക്രമനെ മാറ്റിയെടുക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ശരിയാ നന്ദിനി എന്ന് കമലയും പറയുന്നുണ്ട്. ഇപ്പം തന്നെ വേദ ചെറുതായിട്ട് അവനൊന്ന് മാറ്റിയെടുക്കാൻ തുടങ്ങിയില്ലേ എന്നൊക്കെ ഇങ്ങനെ കമലമ്മ പറയുന്നുണ്ട്. ഒരുപാട് മാറിയിട്ടുണ്ട് വിക്രത്തിൻ്റെ സ്വഭാവം. വെട്ടാൻ വരുന്ന പൂത്തിനെ പോലെ എല്ലാവരും സ്വഭാവം. ഇപ്പം ആ സ്വഭാവം തന്നെ മാറിയില്ലേ, അത് തന്നെ ഒരു വലിയ കാര്യം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നന്ദിനിയടത്തേന്ന് ഒരു വിളി വരും കേട്ടോ. നമ്മുടെ വേദയുടെ വിളിയാണ്. അന്നത്തേക്കിനും നന്ദിനി നമ്മുടെ ശ്രീചേട്ടത്തി ഓടിപ്പോവേ. പുറകെ നമ്മുടെ കമലമ്മയും പോകുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി അവിടെ നിന്ന് കൊഞ്ഞനം കാട്ടുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ കമലമ്മ തിരിഞ്ഞു നോക്കി ആ കൊഞ്ഞനം കാട്ടുന്നത് കാണുവേ. ഇന്നത്തേക്കിന് ഇത് തന്നെയാണ് നിൻ്റെ ഉള്ളിലുള്ളത്, അതാണ് മുഖത്ത് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പിന്നെ ശ്രീചേട്ടത്തി വെളിയിൽ നിന്ന് വിളിക്കുവേ. അമ്മയെ ഇങ്ങ് വന്നെന്ന് പറയും കേട്ടോ. ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ മോളെ കാണുവാണ്. ഇതാര് മോളോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുക്കാനായിട്ട് ഓടിച്ചെല്ലുവാണ്.
അപ്പോൾ രാവിലെ വിക്രമിനെയും കൂട്ടിയിട്ട് പോയത് ഇവിടെ കൊണ്ടുവരാനായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. വെക്കേഷൻ അല്ലേ, ഇനി ഇവിടെ കുറച്ച് ദിവസം ഇവിടെ കഴിയട്ടെ എന്ന് വേദ പറയുകയാണേ. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അമ്മയ്ക്കാണോ ഇഷ്ടമല്ലാത്തതെന്ന് മോള് ചോദിക്കുകയെ. അന്നേരത്തേക്കിനും ഇവിടെ നമ്മുടെ വേദ പറയും കേട്ടോ, മോൾ ഇങ്ങോട്ടേക്ക് വരുന്ന എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ പറയും കേട്ടോ. അച്ഛമ്മയ്ക്കും ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണേ. പിന്നെന്താ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തതെന്ന് മോള് ചോദിക്കുമ്പോഴത്തേക്കിനും ശ്രീജ വേദയുടെ മുഖത്തോട്ട് നോക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീചേട്ടത്തിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് കുഞ്ഞിനെ കെട്ടിപ്പിടിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ വേദ പറയുവേ, ശ്രീചേട്ടത്തിക്ക് അറിയാതെ വെറുതെ കുഞ്ഞിനെ കൂടി വിഷമിക്കാന്നൊക്കെ ഇങ്ങനെ പറയുവേ. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് വെക്കേഷൻ അടിച്ച് പൊളിക്കാനല്ലാതെ കരയാനൊന്നും അല്ല ഇങ്ങനെ പറയും കേട്ടോ. കുഞ്ഞിന് എന്താണെങ്കിലും നമ്മുടെ വേദന ഇഷ്ടമായേ. പറയുന്നുണ്ട് ചെറിയമ്മ നല്ല വൈബാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതേന്നെ ചെറിയമ്മ നല്ല വൈബാന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എല്ലാവരും ചിരിക്കുന്നുണ്ട്. കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ, അവരെന്ത് ചെയ്യുന്നു ഇങ്ങനെ നമ്മുടെ കമലമ്മ ചോദിക്കുക. ചെറിയച്ഛനല്ലേ, ചെറിയച്ഛൻ ആ വീട്ടിലോട്ട് ഇങ്ങനെ കയറി പോയെന്ന് പറയും കേട്ടോ. അന്നേരത്തേക്കിനും പിന്നെ കുട്ടി ചോദിക്കുന്നുണ്ട്, അച്ഛമ്മ ചെറിയച്ഛന് മാത്രമായിട്ട് എന്തിനാ ഒരു ചെറിയ വീട് എന്ന് ചോദിക്കുവാണേ. അപ്പോഴത്തേക്കിന് ഈ വീട്ടിലെ ആ മുറി അതാണ് ചെറിയച്ഛൻ്റെ മുറി എന്ന് പറയും കേട്ടോ. അപ്പോൾ ചെറിയമ്മയുടെ മുറി ഏതാന്ന് പറയുക. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി ഇങ്ങനെ പറയുകയാണ്, തറ ഈ വീട്ടിലെ തറയാണ് അവളുടെ മുറി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീചേട്ടത്തി ചോദിക്കുന്നുണ്ട്, കുട്ടികൾ എന്തിനാ അതൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുക. അന്നേരത്തേക്കും നന്ദിനി പറയണേ, അവളതൊക്കെയാലും കാണാൻ പോകുന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം റൂമിൽ നിന്ന് ഇറങ്ങി വരുവേ. എന്നിട്ട് ബൈക്കിൽ കയറി ഇരുന്ന് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ അമ്മ ചോദിക്കുവേ, ഇപ്പോൾ വന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്കിനും പോവുകയാണോ എന്ന് ചോദിക്കുവേ. അന്നേരത്തേക്കിനും മോള് കൊച്ച് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നിട്ട് പറയാം, ചെറിയച്ഛൻ എപ്പോൾ വരും ചോദിക്കുക. ഇന്ന് തിരക്കാണ് മോളെ. എന്തിനാന്ന് ചോദിക്കുക. ലൂഡോ കളിക്കാമെന്ന് പറയുവേ. നമുക്ക് നാളെ കളിക്കാമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേറെ ഇങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാലിക്കണം കേട്ടോ, എന്നോട് വാക്ക് പറയുന്ന പോലെ ആവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. ലൂഡോ കളിപ്പിച്ചും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് കളിപ്പിച്ചുമൊക്കെ വിക്രത്തിൻ്റെ മനസ്സ് മാറ്റാനാണ് പ്ലാൻ എന്നിങ്ങനെ നമ്മുടെ നന്ദിനി ചോദിക്കുക. അന്നേരത്തേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, അതെ അപ്പോൾ നന്ദിനിയുടെ കയ്യിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ആണെങ്കിൽ അതും കൂടെ പറയണേ എന്നും വേദ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ കൂട്ടിയിട്ട് അകത്തോട്ട് പോവേ. അപ്പോഴത്തേക്കും നന്ദിനി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കമലമ്മ ഇങ്ങനെ നന്ദിനിനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. അന്നേരം നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും കാണിച്ചില്ല എന്ന് പറയുവാണേ. ഇവളിങ്ങനെ മൊത്തത്തിൽ എല്ലാവരെയും മാറ്റി മറിച്ചെടുക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ അച്ഛനും നമ്മുടെ വേദയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും കൂടെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും കല്യാണം ഒന്നും കൂടി വരുന്നുണ്ട്. അപ്പോൾ ശുഭ നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കാതോർത്തിരിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.